ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹിറ്റ്സ് മീ ഫൈസി. ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നല്ല പെരുമഴയാണ്, പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ കോമഡി കണ്ടന്റ് പോലും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ വന്നിട്ട് എന്തെങ്കിലും ബളബളാന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കണത്. ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ. അതാണ് ഇന്നത്തെ കണ്ടന്റ്. ഈ മഴ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായി തീരും? എത്ര പേര് പട്ടിണിയാവും? എത്ര വീടുകൾ പോവും? എടാ, നിനക്ക് ഞാൻ പറയാണെങ്കിൽ പറഞ്ഞു ഈ ക്യാമറയിൽ നോക്കി പറ. എവിടെന്ന് ഇവനെ വെറുതെ പിടിച്ചിരുത്തിയേക്കണേ, ഒന്നും സംസാരിക്കുന്നില്ല ദൂരി. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് മഴ. മഴ ഇങ്ങനെ നിന്നതിനെ ശരിയാവൂല. ഒരു വ്ലോഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ്, കോമഡി കണ്ടന്റ് വീഡിയോ ചെയ്യാനോ ഒന്നും പറ്റൂല. പുറത്തേക്ക് ഇറങ്ങാനേ പറ്റൂല. ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. നമുക്ക് നനക്കാനുണ്ടാവും, കുളിക്കാനുണ്ടാവും, മറ്റുള്ള കാര്യങ്ങളൊന്നും, എന്ത് കാര്യമൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ, എന്തായാലും മഴ പെയ്യണം. അപ്പൊ മഴയെ കുറിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കി അങ്ങ് പറയാം. നമ്മളുടെ ഡ്രീം എന്താണോ നമ്മൾ അതായിട്ട് ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ കൂടി നമ്മൾ കടന്നു പോയാലും ആ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ, വേറെ ഒന്നും പാടില്ല. അതായിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതെനിക്ക് എത്ര പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയും. മഴ ആയിക്കഴിഞ്ഞാൽ മെയിനായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് കണ്ടന്റും അതേപോലെ തന്നെയുള്ള മറ്റുള്ള പ്രദേശങ്ങളും നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതിന് പറ്റൂല, മഴയായിപ്പോയി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നല്ലാണ്ട് വേറെ ഒരു മാർഗവും ഇല്ല. എന്തായാലും മഴയൊക്കെ മാറി കഴിയുമ്പോ നമ്മ നല്ല നല്ല കണ്ടന്റുകളൊക്കെ ആയിട്ട് വരും. ഈ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തുകളുടെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിയിരിക്കണം പണ്ടാറം. വേറെ എങ്ങോട്ട് ഇറങ്ങാനും പറ്റൂല. നിന്നെ കാണൂല. ഇവിടെ ഒരുത്തന്നെ ഇരിപ്പുണ്ട്, പബ്ജി കളിച്ചിട്ടുണ്ട്, കണ്ണെന്നാണ് പേര്. അവനെ കാണോ എന്നാണ് അവൻ ചോദിക്കണത്. നിന്നെ കാണൂലാടി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനപ്പോ എന്തെങ്കിലുമൊക്കെ വ്ലോഗ് ഇടണ്ടേ, ഡെയിലി വ്ലോഗ് എന്തായാലും ഞാനത് ഇടാനത് തീരുമാനിച്ച സംഭവമാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇടണ്ടേന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ വ്ലോഗ് ഞാൻ ചെയ്യണം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, അത്രേ പറയാനുള്ളൂ. കാരണം നല്ല മഴയൊക്കെയാണ്, പല പല സ്ഥലങ്ങളിലും പല പല അനുഭവങ്ങളാണ് പലർക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് സേഫ് ആയിട്ടിരിക്കുക. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ നല്ലപോലെ നോക്കുക. ഇന്നലെ തന്നെ കണ്ടില്ലേ, കൊല്ലത്ത് സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഷോക്കേറ്റ് വെച്ച്. നിങ്ങൾ സൂക്ഷിക്കുക, മഴയാണ്, ജാഗ്രത വേണം. അതുപോലെ തന്നെ സേഫ് ആയിട്ട് ഇരിക്കുക നമ്മള്. പിന്നെ നമ്മള് പുറത്തു പോകുമ്പോഴും നമ്മളുടെ മക്കളുടെയിലും നമ്മളുടെ കൂട്ടുകാരന്മാരുടെയിലും ആരും ആയിക്കോട്ടെ സേഫ് ആയിട്ട് പോയിട്ട് വരാൻ പറയണം. ബന്ധങ്ങൾ എന്ന് പറയണത് അത്രയും വിലയുള്ള സംഭവമാണ്. അത് നമ്മളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടൂല ഒരിക്കലും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമ്മളുടെ കൂടെ ഉള്ളവരെ നമ്മൾ എപ്പോഴും അതേപോലെ നമ്മൾ സേഫ് ആക്കി നിർത്തുക. വേറെ മഴയായി പോയി ഗൈസ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഭ്രാന്ത് കയറിയിട്ടിരിക്കുന്നത് അതിനകത്തൊരു. എന്തായാലും മഴയൊക്കെ മാറട്ടെ, നല്ല നല്ല ബ്ലോഗ് ആയിട്ട് വരും, തീർച്ചയായും വരും, സെറ്റാക്കാം. പിന്നെ എന്റെ കാര്യം, ഞാൻ ഇന്ന് രാവിലെ 7 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ച് നടന്നില്ല. 10 മണിക്കാണ് എണീറ്റത്. കാരണം ഇന്നലെ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായി. അപ്പൊ കുറച്ചേരം എഡിറ്റ് ചെയ്ത് പിന്നെ കുറച്ചേരം സോങ് ചെയ്താണ്ടായി, റാപ്പ് സോങ് ചെയ്താണ്ടായി. അതിരുന്ന് എഴുതി കിടന്നപ്പോ ഏകദേശം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ് ഞാൻ കിടന്നത്. അതും കണ്ണം ഇവിടെ വന്ന് വിളിച്ചിട്ടാണ് ഞാൻ എണീറ്റത്, അല്ലെങ്കിൽ ഞാൻ അതും എണീക്കില്ല, ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ രാവിലെ 10 മണിക്ക് എണീറ്റ് പിന്നെ നേരെ പല്ലേച്ച് ഫ്രഷായി കുറച്ചേരം സോങ് എഴുതാനിരുന്ന്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു സംഭവം. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. നിനക്ക് എന്തെങ്കിലും പറയണ്ടാണ്? പറയണേ പറഞ്ഞു. അവനൊന്നും മിണ്ടൂല. അവൻ ഊമയാണ്. അവൻ തീറ്റ വേണ്ട, കുടിയില്ല, ഉറക്കൂല്ല, ഇങ്ങനെയൊക്കെ ഒരു സാധനം. എന്ത് എന്ത് ചെയ്യുന്നോ. ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാന്തായി നിന്നും വിചാരിക്കാൻ തട്ട പണ്ട. എന്റെ പൊന്നു, ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയാണ്. അങ്ങനെയൊക്കെ വിചാരിച്ചാലേ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. കണ്ടന്റ് കിട്ടാണ്ട് ഓരോരോ കോമഡികൾ ആഡ് ചെയ്യണേന്. അപ്പൊ ശരി, ടാറ്റ. ഇറ്റ്സ് മീ ഫൈസി സൈനിങ് ഔട്ട്.